ഹായ്, ദിസ് അശ്വിൻ പ്രസാദ്. പഞ്ചായത്ത് ആമസോൺ പ്രൈമിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇന്ത്യൻ വെബ് സീരീസ് ആണ് പഞ്ചായത്ത്. 2020 ഈ ഒരു സീരീസ് ഞാൻ കാണുന്നത്. ഇതിന്റെ ഫസ്റ്റ് സീസൺ എയർ ചെയ്യുന്നത് 2020. എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിൽ. അപ്പം അതിനകത്തില് അനിൽ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ പുള്ളിക്കാരനാണ് എനിക്ക് സീരീസ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് കണ്ടില്ല. കുറച്ചുകൂടെ ഒക്കെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് കണ്ടു നോക്കിയപ്പോഴാണ്, ഇതിന്റെ ഫുൾ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തീരരുത്, ഇനി അടുത്ത ദിവസം എപ്പോഴാ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. കാരണം ഓരോ എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് അടിപൊളി ഒരു സീരീസ് ആണ്. ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് ഒരു കോമഡി ഡ്രാമയാണ്. അപ്പൊ നമ്മള് അങ്ങനെ ഒരു കോമഡി ഡ്രാമ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഇതൊരു കൊമേഴ്ഷ്യൽ സാധനമായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല, പ്യുവർ ആയിട്ടും നാച്ചുറൽ കോമഡിയാണ്, ഫുള്ള് നാച്ചുറൽ പരിപാടിയാണ്. ഇതിനകത്തിലേക്ക് അഭിനയിച്ചേക്കുന്ന ആൾക്കാർ അടക്കം എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു വിധത്തിലുള്ള ഒരു കുറ്റവും കാര്യങ്ങളും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചു അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി അടിക്കും, എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടി ഇവർ ചെയ്യുമെന്ന് ഞാൻ എപ്പോഴും ഓരോ സീസണും വെയിറ്റ് ചെയ്യുമ്പോഴും വിചാരിക്കും. പക്ഷെ ക്വാളിറ്റിയിൽ ഒരു രീതിയിലുള്ള ഒരു കോംപ്രമൈസും അവർ ചെയ്തിട്ടില്ല ഇതുവരെ. ഈ 4ാമത്തെ സീസൺ ഇറങ്ങിയിടം വരെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊന്ന് ആമസോൺ പ്രൈമിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു വെബ് സീരീസ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്തിൽ അഭിഷേക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരൻ ബിടെക് കഴിഞ്ഞിട്ട് ഒരു ഗ്രാമത്തിൽ, അതായത് ഉത്തർപ്രദേശിലാണെന്ന് തോന്നുന്നു, ഫുലേര എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ഒരു ജോബ് കിട്ടുന്നു. മനസ്സോടൊക്കെ ബസ്സൊക്കെ പിടിച്ച് ബൈക്കൊക്കെ മുകളിൽ കയറ്റിയിട്ട് അതും കൊണ്ടുവന്നിട്ട് ആ ഗ്രാമത്തില് പഞ്ചായത്ത് ഓഫീസിൽ തന്നെ പുള്ളിക്കാരൻ താമസവും തുടരുവാണ്. കാരണം അവിടെ ഉള്ള നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിറ്റിയിൽ നിന്ന് ഒരു ഗ്രാമത്തിലോട്ട് വരുമ്പോഴത്തേക്കും, ജോലിക്കായിട്ട് വരുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഒത്തുപോകാൻ പറ്റൂ, അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ ഒരു സെറ്റായിട്ട് ഒരു വൈബായിട്ട് വരൂ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് നമുക്ക്. അപ്പൊ പുള്ളിക്കാരൻ ആദ്യത്തെ കുറെ ദിവസങ്ങൾ അതിന് ഒരു ഭയങ്കര ഒരു മോശം സാഹചര്യം പോലെ തോന്നിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി. അപ്പൊ അതിനു വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ക്യാറ്റ് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ പുള്ളിക്കാരൻ അവിടെയുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാരുമായിട്ട് സിങ്ക് ആവോ, അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഒത്തുപോവോ, ഇതൊക്കെയാണ് ഈ ഒരു സീരീസ് ചർച്ച ചെയ്യുന്നത്. ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ഇതിനകത്തിൽ ഓരോ ക്യാരക്ടേഴ്സും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഒരു ഔട്ട് വന്ന ഒരു കോമഡി സീരീസ് വേറെ ഇല്ല. ഇതിനകത്തിൽ കുറെ റൊമാൻറ്റിക് പോർഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ എല്ലാ സിനിമയിലോ ഇങ്ങനെ സീരീസിലോ ഒക്കെ കാണുന്നത് പോലല്ല. ഒരു പ്യുവർ നാച്ചുറൽ കോഴ്സാണ്. എനിക്കൊന്ന് അങ്ങനെ ഒരു പ്യുവർ നാച്ചുറൽ കോഴ്സ് ഒരു സിനിമയിലോ സീരീസിലോ കണ്ടിട്ട് ഒരുപാട് കാലമായി. എനിക്കൊന്ന് ഈ സീരീസിലാണ് ഞാൻ ആദ്യമായിട്ട് കുറെ കാലത്തിന് ശേഷം ഞാൻ കാണുന്നത് തന്നെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സീസൺ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ 2020 തൊട്ടിട്ട് ഞാൻ ഈ 2025 വരെ 4ാമത്തെ സീസൺ വരെ ഓരോ സീസണും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കണ്ട ഒരു സീരീസ്, ഒരു ഇന്ത്യൻ ഹിന്ദി സീരീസ് വേറെ ഇല്ല. ആമസോൺ ഇതിന്റെ 4ാമത്തെ സീസൺ ഇറക്കിയപ്പോൾ അതിന്റെ ട്രെയിലറിനകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സീരീസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കും ആ ഒരു ടാഗ് ലൈനോട് യോജിപ്പാണ്. കാരണം എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാരണം എപ്പോഴും ആൾക്കാരൊക്കെ എൻ്റെ അടുക്ക് ചോദിക്കുമ്പോഴത്തേക്കും ഒരു സീരീസോ വല്ല സജസ്റ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പഞ്ചായത്തിന്റെ പേരാണ് പറയുന്നത്. ഇതിനകത്തിൽ മെയിൻ ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ആൾക്കാർ കൂടുതലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിച്ചു വന്ന ആൾക്കാരൊക്കെയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ഇതിനകത്തിലുണ്ട്. ഭയങ്കര ടോപ്പ് ക്വാളിറ്റി പെർഫോമൻസ് ഉണ്ട്. പിന്നെ നീന ഗുപ്തയെ പോലെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒട്ടും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഈ ആ ഒരു ഗ്രാമം ഫുലേര എന്ന് പറഞ്ഞ ഒരു ഗ്രാമമായിട്ട് നമ്മൾ ഭയങ്കര സിങ്ക് ആയിട്ട്, കാരണം അഭിഷേകൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ നമ്മളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അവിടെ പോകുന്നത്. കാരണം ഇങ്ങനെ ഒരു ഗ്രാമവും കാര്യങ്ങളും ഒന്നും നമുക്ക് അത്ര നമ്മൾ ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലോട്ട് എത്തി നോക്കാത്ത ഒരു സംഭവമാണ്. അപ്പൊ അതിലോട്ടൊക്കെ എത്തുമ്പോൾ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി 5ാമത്തെ സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വയ്യ ശരിക്കും.
പക്ഷെ എന്നാലും ഈ ഒരു സീരീസിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അതിന് പ്രത്യേക ഒരു സുഖം തന്നെയാണ്. കണ്ടിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും കാരണം. ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ബോറടിപ്പിക്കത്തില്ല, ഒരു സെക്കൻഡ് പോലും നിങ്ങളുടെ പാഴാവത്തില്ല. അത്രയ്ക്കും മനസ്സിനെ അങ്ങോട്ട് എന്താ പറയുന്നത്, ഒരു ഹീലിംഗ് പോലാണ് മൊത്തത്തിൽ. നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിലോ ഇതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഹീലിംഗ് ഉണ്ട്, ഒന്നും പറയാനില്ല.